അച്ഛാ, ഈയിടെയായി കടയിൽ കളക്ഷൻ കൂടുന്നില്ലേ എന്നൊരു സംശയം. അത് ചെറുപ്പക്കാരുടെ കളക്ഷൻ. അത് ശരിയാ. നീ വന്നേ പിന്നെ നല്ല കച്ചവടം. എപ്പോ നോക്കിയാലും ആളും പേരുവാ. സുഖിപ്പിക്കണ്ട. ഞാൻ വന്നതിന് ശേഷമല്ല, കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണോട് വന്നതിന് ശേഷം. അത് ഏത് പെണ്ണാണ്? ഏത് പെണ്ണ? എന്റെ ഭാര്യ പ്രേമലത. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ കടയും വീടും കൂടെ ഒരുമിച്ചുള്ള ഏർപ്പാട് അതങ്ങ് നിർത്തിയേക്കണം. വരുന്നവരും പോണവരൊക്കെ അങ്ങ് അകത്തോട്ടാ നോട്ടം. അത് ശരി. നിന്റെ കല്യാണത്തിന് ശേഷം പതിവായി കഴിച്ചുകൊണ്ടിരുന്ന ആ കുഞ്ഞാലിക്കുട്ടി മാഷ് പോലും ഇങ്ങോട്ട് കയറാതെ ഇങ്ങനെ പോയ കട മാറ്റേണ്ടി വരില്ല, പൂട്ടേണ്ടി വരും. അച്ഛ, എന്താടാ? അച്ഛനല്ല അച്ഛ, അച്ഛ. ശരീരം മുഴുവൻ ഉഴുതു മറിച്ചതുപോലുണ്ട്. ഇന്ന് ലീവായിട്ട് മലയാളം മാഷ എങ്ങോട്ടാ രാവിലെ? അത്യാവശ്യമായിട്ട് തലമര പോകാനുണ്ട്. ഒരത്യാവശ്യം. മാഷയുടെ കാര്യങ്ങൾ മാത്രം നടന്നാ മതിയോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഹാജിയാർ ഇവിടെ വേലക്കാരൊന്നും നിർത്തിയിട്ടില്ല. വേലക്കാരെന്തിനാ? ഇവിടൊക്കെ തൂക്കാനും പെറുക്കാനും ആരാ ഉള്ളത്? ദേ നോക്കിയേ, വൃത്തിയും എടുപ്പുമായിട്ടിരുന്ന വീടായിരുന്നു. മാഷ് വന്ന ശേഷം ഇത് ഇങ്ങനെയായത്. ഇവിടെ താമസിക്കാൻ വേറൊരുത്തനും. അവൻ ഒരുത്തനാ ഇതിനൊക്കെ കാരണം. അവൻ എന്റെ കൈ കെട്ടിയാൻ വിളിച്ചായിരുന്നു? ഇല്ല. പിന്നെ അല്ല, രാവിലെ കയ്യിൽ ഒരു ഫീസ് വെച്ച് ഞാനെല്ലാം കേട്ടു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ കുറച്ചു നാളത്തേക്ക് ഇവിടെയൊക്കെ തന്നെ കാണും. തന്നെയല്ല, ഈ വീട്ടിലെ ജോലികളെല്ലാം മാഷ് തന്നെ ചെയ്യണം. മനസ്സിലായില്ലേ? ഞാനോ? ഇനി ഇതേപ്പറ്റി ഒരു സംസാരം ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായാൽ ഉണ്ടായാൽ എന്ത് സംഭവിക്കുന്നു തെളിച്ചു പറ. ഉണ്ടാവില്ല. ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കിയ മാഷെ കിടക്കുന്നുണ്ടല്ലേ? ഞാനോ? നീ ആ ചൂലെടുത്ത് കൊടുക്കണം. അല്ല, ഞാനെങ്ങനെ ഇവനൊക്കെ നമ്മൾ വരച്ച പോരെ നിർത്തൂലേ? കാശ്മീരികളും കാണട്ടെ നിന്റെ ഈ സൗന്ദര്യം. പ്രേമോ, ഞാനൊരു സത്യം പറയട്ടെ. കാർക്കൂന്തലിന്റെ സുഗന്ധം എന്നെ മത്തുപിടിപ്പിക്കുന്നു. സത്യം. ഇവനെന്തിനായി മുടി പിടിച്ച് കളിക്കുന്നേ? അവൻ പട്ടാളത്തിൽ വല്ല ബാർബർ ആയിരിക്കും. അവന്റെ ഒരു ശൃംഗാരം. നമുക്ക് കുറച്ച് കഴിഞ്ഞിറങ്ങാം. അതാ നല്ലത്. അത്യാവശ്യം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി പോയിട്ട് വെടികൊണ്ട പന്നികളെ പോലെ രണ്ടും കൂടെ അകത്തേക്ക് കയറി പോന്നു. ഇത്രയേ ഉള്ളൂ അവന്മാരുടെ അത്യാവശ്യങ്ങൾ. ആറാം പറപ്പുകൾ. എന്താ വിളിച്ചോ? അല്ല, മാറാലെ അടിക്കേണ്ടത് അത്യാവശ്യം ഒന്ന് പറയുകയായിരുന്നു. ഓ, വളരെ അത്യാവശ്യമാണ്. അതെ. അടിച്ചോ. ആരാ ഇത്? മാഷിങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നാണല്ലോ കരുതിയത്. പഠിത്തവും പഠിപ്പിക്കലും എല്ലാം കൂടി ആകെ കൂടെ തിരക്കിലായിരുന്നു. ഇതാരാ? ഇതെന്റെ ഒരു ചങ്ങാതി ജോജി, ബോംബെയില. ഇത് ഹാജിയാരെ മാളാ. പേര് മുംതാസ്. അത് ഇവനെ ഫേസ് കട്ട് കണ്ടപ്പോ തോന്നിയതാ. ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് മുമ്പ് ഹാജിയാരെ കുറിച്ചും ഫാമിലിയെ കുറിച്ചും ഒക്കെ സ്റ്റഡി ക്ലാസ് കൊടുത്തിട്ടാ കൊണ്ടുവന്നത്. അതാ അല്ലേ? അതെ അതെ. വരി. ചെരുപ്പ് നേരത്തെ ഊരി. മോള് ചായ എടുക്ക്. മേനോ മാഷ് പറഞ്ഞ ഞാൻ അറിഞ്ഞത് കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു ചങ്ങാതി ബോംബെയിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന്. ഇരിക്കെ. എന്താ പേര്? ജോജി. ബോംബെയിൽ എന്താ ചെയ്യണേ? ജോലി അന്വേഷിച്ച് ബോംബെ വരെ എത്തിയതാ. ഇതുവരെ ജോലിയൊന്നും അങ്ങനെ ആയിട്ടില്ലല്ലേ? ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ബി.എഡിന്. മാഷാവാന്നുള്ളതായിരുന്നു ഞങ്ങൾ രണ്ടുപേരുടെ ആഗ്രഹം. ബി.എഡിന് എന്തായിരുന്നു വിഷയം? മലയാളം. ഒരു മലയാളം മാഷ് പിരിച്ചുവിട്ട ഒഴിവിലേക്കാണ് കുഞ്ഞാലിക്കുട്ടി നിയമിച്ചത്. ചായ കുടിക്കും. കുടിക്ക്.
വിളിച്ചാ വിളിയേക്കണ നാഗരാ. പ്രാർത്ഥിച്ചോളൂ. മാഷിന്റെ മനസ്സിൽ എന്താണ് ആഗ്രഹം എന്ന് വെച്ചാ അത് നടക്കും. ഗൗരി, ഞാൻ എന്താ ഇനിയും പറയാൻ ഭാവമുണ്ടോ? ക്ഷേത്രത്തിൽ നാളികേരം ഉടച്ചത് മാഷല്ലാന്ന്. പക്ഷെ എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവണില്ല. ഇസ്ലാമായ കുഞ്ഞാലിക്കുട്ടി മാഷിന് ഞങ്ങളുടെ ദൈവങ്ങളോട് എന്താ ഇത്ര അടുപ്പമെന്ന്. അത് വേണ്ട, മെനഞ്ഞു കെട്ടിയ കഥകളാണെങ്കിൽ എനിക്ക് കേൾക്കണ്ട. എന്തോ ദുരൂഹത ഉള്ളിൽ തോന്നിയെങ്കിലും മാഷിനെ കണ്ടപ്പോ ഒരു പാവാണെന്ന് തോന്നി. അതുകൊണ്ടാണ് പഴയ ആചാരങ്ങളെ ഇന്നും അന്ധമായി വിശ്വസിക്കുന്ന ഏട്ടന്മാരിൽ നിന്നും മാഷിനെ രക്ഷിക്കണമെന്ന് തോന്നിയത്. എന്നെ മാത്രമല്ല, ഒരു കുടുംബത്തെ മുഴുവനാ ഗൗരി എന്ന് രക്ഷിച്ചത്. അതെ, നല്ലവനായ ഒരു ഇസ്ലാമിന്റെ ചോറ് കഴിച്ച പാവപ്പെട്ട എന്റെ അമ്മയും സഹോദരിയും ഇന്ന് ജീവിക്കുന്നു. ഗൗരി ചോദിച്ചില്ലേ, ഇസ്ലാമായ കുഞ്ഞാലിക്കുട്ടി മാഷിന് നിങ്ങളുടെ ദൈവങ്ങളോട് എന്താ ഇത്ര അടുപ്പം? ആ അടുപ്പവും വിശ്വാസവും കൊണ്ട് മാത്രമാ ഞാൻ ഇന്നിവിടെ ജീവിച്ചിരിക്കുന്നതും ദൈവത്തെ പോലെ ഗൗരി വന്നെന്നെ രക്ഷിച്ചതും. ഗൗരിയോട് പറയാൻ എനിക്കൊന്നേ ഉള്ളൂ. ജോനകപ്പറമ്പിൽ മഹേന്ദ്രവർമ്മയുടെ മകന് ഒരു ഇസ്ലാമിന്റെ വേഷം കെട്ടേണ്ടി വന്ന ഗതികേടിന്റെ കഥ സത്യമാണ്. പുരാതനമായ ഹിന്ദു പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് ഞാൻ. നല്ലവനായ ഹാജിയാരെ കബളിപ്പിച്ചാണ് ഓരോ നിമിഷവും ഞാനിവിടെ കഴിയുന്നു. ആ സ്നേഹത്തിന്റെ മുമ്പിൽ എല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന് പലവട്ടം ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് ആദ്യം സംശയം ഉണ്ടായിരുന്നു. അതാ ഞാൻ പിന്നാലെ കൂടിയത്. മാഷെ കൊണ്ട് തന്നെ പറയിപ്പിക്കണമെന്ന് തോന്നി. ഇന്നെന്റെ അമ്മയുടെ പിറന്നാളാ. അമ്മയുടെ ആയുസിനു വേണ്ടി മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിക്കാൻ. അതുകൊണ്ടാ ഒളിച്ചും പതുങ്ങിയും ഇവിടേക്ക് വന്നത്. ഇനിയും എന്നെ വിശ്വാസമായില്ലെങ്കിൽ ഗൗരി ഏട്ടന്മാരെ വിളിക്കാം, ഈ നാട്ടുകാരെ മുഴുവൻ വിളിക്കാം. വേണ്ട മാഷെ, നാട്ടുകാരുടെ ഏട്ടന്മാരുടെയും കണ്ണിൽ എന്നും കുഞ്ഞാലിക്കുട്ടി മാഷെ തന്നെ കഴിഞ്ഞാ മതി. ഗൗരി, തല്ലാനും കൊല്ലാനും മാത്രം അറിയാവുന്ന കുറുപ്പത്തുകാരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളൂ. അവിടുത്തെ കുട്ടിക്ക് ഇത്രയും നല്ലൊരു മനസ്സുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. കുന്നത്ത് തറവാട്ടുകാരെ കുറിച്ച് ഇന്ന് തന്നെ ഒന്ന് അന്വേഷിക്കണം. അത് അന്വേഷിക്കാൻ തന്നെ അറിയാവുന്നല്ലേ. ഇഷ്ടം പോലെ സ്വത്ത്, ഒരേ ഒരു മകൻ. അവർക്കാണെങ്കിൽ നമ്മളുമായിട്ടുള്ള ബന്ധത്തിന് ഇഷ്ടമാണ് ആ കൈമള് പറഞ്ഞത്. എന്നാ ഇനി വൈകിക്കണ്ട. അവൾക്കിപ്പോ കല്യാണം വേണ്ടെന്നാ പറയുന്നേ. എന്താ കാര്യം? ഇനിയും പഠിക്കണം അത്രേ. കുറുപ്പത്തെ തീരുമാനങ്ങൾ എടുക്കുന്നത് അവളല്ല, ഞാനാണ്. പറഞ്ഞേക്കവളോട്. കുറുപ്പത്തെ പെൺകുട്ടിക്ക് രജിസ്റ്ററിൽ ഒപ്പിടാനുള്ള പഠിത്തം മതി. അത് നിനക്കൊണ്ട്. JTPTUC കമ്മിറ്റി പിളർന്നു. യോജിപ്പിക്കാൻ നേതാക്കന്മാർ മാഷേ, കൊണ്ടുവന്ന കാര്യം വല്ലതുകൊണ്ടോ പത്രത്തിൽ? ഭാരതത്തെ രക്ഷിക്കാൻ ഞാൻ ഉടനെ പോകേണ്ടി വരുമോ? വേണ്ട, കല്യാണം കഴിച്ച ശേഷം സുമാരക്കുറിപ്പ് എപ്പോഴും അകത്താണോ? അല്ല, പുറത്തായിരുന്നു. കാണാനേ ഇല്ലല്ലോ. പുറത്ത് കുറച്ച് വിരുന്നുകളുണ്ടായിരുന്നു. ഈ അയൽക്കാരേക്ക് ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതി. അതാണല്ലോ സാമാന്യ മര്യാദ. ഇതേതാ സാധനം? എന്റെ ഭാര്യ പ്രേമലത. ഓഹോ, ഞാൻ ഡ്രില്ലിയാര് അലിമാഷ്. ഞാൻ അലിയാര് ഡ്രിൽ മാഷ്. വരൂ. സിസ്റ്ററെ, ഭർത്താവിനെ പൊക്കി പറയാണെന്ന് വിചാരിക്കട്ടെ. കല്യാണം കഴിച്ച ശേഷം സുമാരക്കുറിപ്പ് നല്ല താടി ചുരുണ്ട് കൊഴുത്ത് വെളുത്ത സുന്ദരനായല്ലേ? അതെ. പ്രേമലതയും ഇത്. മഴമേഘങ്ങൾ കാത്തു കഴിയുന്ന വേഴാമ്പൽ ഒരു തുള്ളി ദാഹനീരിനായി എത്രമാത്രം കൊതിക്കുന്നുവോ അപ്രകാരം സ്വന്തം മകനെ കൺകുളിർക്ക കാണുവാനുള്ള അടക്കാനാവാത്ത അഭിവാഞ്ജയുമായി ആ പിതാമഹൻ രക്തം തളം കെട്ടിക്കിടക്കുന്ന യുദ്ധഭൂമിയിലേക്ക് കടന്നു വന്നു. ചതിവിന്റെയും ആത്മാർത്ഥതയില്ലായ്മയുടെയും പൊള്ളയായ മുഖം ആ പാവം പിതാവ് കണ്ടില്ല. അസ്സലാമു അലൈക്കും. നിങ്ങളാ? വരി വരി. മകനെ കാണാൻ കൊതിച്ച അച്ഛന്റെ ഹൃദയവേദനയും വ്യഥയും എപ്രകാരം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി ദർശിച്ച ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് ഇപ്രകാരം പറഞ്ഞു. മാഷേ, ഹാജരി വിളിക്കണം. ഞാൻ പോരാ. എല്ലാവരും പുസ്തകം അടച്ചു വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാമോ എന്ന് ശ്രമിക്കുക. ചോദ്യം 1. ആ പിതാമകൻ സ്വന്തം മകനെ ഈ അവസ്ഥയിൽ കണ്ടാൽ എന്ത് പ്രതികരണമാണ് ഉണ്ടാവുക? ചോദ്യം 2.
ആ യുദ്ധഭൂമിയിൽ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ആര് തയ്യാറാകും? ആരും തയ്യാറായില്ലെങ്കിൽ എന്തുകൊണ്ട്? അത് ഞമ്മടെ മോനായത് കൊണ്ടാണ്. പിന്നെ ഉച്ചിരില്ലാണ്ടിരിക്കുവോ? ഓന് നമ്മുടെ മതഗ്രന്ഥത്തിന് മാത്രമല്ല ഹിന്ദുക്കളുടെ മതത്തിലും നല്ല പിടിപാടാ. സത്യം പറഞ്ഞ ഇങ്ങളിത് പറയണ കേട്ടപ്പോ നമ്മുടെ മനസ്സങ്ങ് നിറഞ്ഞ് ദുബായി പോണം നമ്മളോട് വാശി പിടിച്ചിരുന്നവനാ. ഇങ്ങോട്ട് വരാമെന്ന് സമ്മതിച്ചപ്പോ ഇത്ര ശോഭിക്കുമെന്ന് നമ്മൾ നിരീക്ഷിച്ചില്ല. ഓരോ ഘട്ടത്തിൽ ഇങ്ങളെ പറ്റി വലിയ കാര്യങ്ങളാണ് പോയി എഴുതുന്നത്. നിന്റെ ബാപ്പ സ്കൂളിൽ വന്നിരിക്കുന്നു. അപ്പോ വീട്ടോട്ട് പോകാം. വീട്ടിൽ പോണ്ട. വീട്ടിൽ പ്രേമല ഇങ്ങോട്ട് പോണ്ട. അയ്യോ, അവിടെ ബാപ്പ. അപ്പൊ പിന്നെ എവിടെയെങ്കിലും പോവാം. ബാ. അയ്യോ, ഹാജിയാരെ. ആഹാ, രണ്ടാളും ഉണ്ടല്ലേ. നാട്ടിലും ഇങ്ങനെയാ, പഠിച്ചതും വളർന്നതും ഒന്നിച്ചാ. ജോലി എപ്പോ വന്ന്? കുറച്ചു ദിവസമായി. ഞാൻ തനിച്ചാണെന്ന് പറഞ്ഞപ്പോ ഇങ്ങ് പോന്നു. ഒരു കൂട്ടന്. അതെ. വീട്ടിൽ അമ്മയ്ക്ക് അസുഖമൊന്നും ഇല്ലല്ലേ? ഒരു നാട്ടുകാരാണെങ്കിലും കാണാൻ പറ്റാറില്ല. കത്ത് വരാറുണ്ട്, പക്ഷെ മറുപടി അയക്കാൻ ഭയങ്കര മടിയാ. അപ്പൊ എന്റെ സ്വഭാവം തന്നെ അവനും. രണ്ടുപേർക്കും ഒരു സ്വഭാവമാ. അതെ അതെ. സ്കൂളും നാട്ടുകാരും ഒക്കെ എങ്ങനെ പിടിച്ചാ? സ്കൂളും നാട്ടുകാരും ഒക്കെ എനിക്കിഷ്ടായി. എനിക്കും ഇഷ്ടമായി. നല്ല ആൾക്കാരാ. എന്തും തരണം ചെയ്യാനുള്ള ചങ്കൂറ്റം വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കണ്ടു. ഞാൻ ആ സമയത്തില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഒരു മുന്നറിയിപ്പില്ലാതെ ബാപ്പ ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ അറിഞ്ഞോ? കുഞ്ഞാലിക്കുട്ടി, ഒരു കാര്യം ഞാൻ പറയാം. നീ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിൾ അല്ലെന്ന്. ഇന്നിപ്പോ ഇത്രേ സംഭവിച്ചുള്ളൂ. എന്നാലും ഒരു ദിവസം ഹാജിയാരി ഇത് അറിയും. അതിന് വലിയ താമസം ഉണ്ടാവില്ല. എടാ, ആചാര്യത് അറിയുന്നതിലല്ല കാര്യം. അറിഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? പ്രതികരണം പ്രതികൂലമാണെങ്കിൽ അത് അനുകൂലമാക്കാൻ എന്താ വഴി? അതാണ് ആലോചിക്കുന്നത്. നീ കാര്യം എന്താന്ന് വെച്ചാൽ മനസ്സിലാവുന്ന ഭാഷ പറ. ഇപ്പൊ ഏത് ഭാഷ പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല. തന്നെയുമല്ല, ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളതല്ല, പ്രവർത്തിക്കാനുള്ളതാണ്. മുംതാസ് അല്ലേ? അതെ. എന്നെ മനസ്സിലായില്ലേ? കുഞ്ഞാലിക്കുട്ടി, ഇവിടെ ചങ്ങാതി ജോജി. ആ, കുഞ്ഞാലിക്കുട്ടി പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഈ സ്കൂൾ മാനേജറുടെ മകളെ പറ്റി പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അതിഭാവുകത്വമായിരിക്കും. അല്ല, അവന് യാതൊരു കലാബോധവും ഇല്ല. മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ കൽക്കണ്ട കനിവൂറുന്ന ഗാനങ്ങളിൽ മാത്രം കേട്ടിട്ടുള്ള സ്വർഗത്തിലെ ഹൂറി ഇതാ എന്റെ കൺമുമ്പിൽ. റംസാനിലെ ചന്ദ്രിക ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണോ, അതോ മാലാഖ മനുഷ്യരൂപത്തിൽ അവതരിച്ചത്? ഞാനെന്താ സ്വപ്നം കാണുകയാണോ? ഇതാണോടാ നിന്റെ പ്രവർത്തന ശൈലി? എങ്ങനെയെങ്കിലും ഈ ഏടാകുളത്തിൽ നിന്ന് തല ഊരാന്ന് വിചാരിക്കുമ്പോഴാ അവന്റെ ഒരു പ്രേമനാടകം. ഇവൻ ഇതെന്തോന്ന് കിടന്ന് തുള്ളാതെ കാര്യം എന്താന്ന് പറയടാ. ആ മുംതാസിനെ വഴി പിടിച്ചു നിർത്തി എന്തൊക്കെ അനാവശ്യമാണ് നീ പറഞ്ഞത്? അപ്പോഴേക്ക് ന്യൂസ് ഇങ്ങ് എത്തിയല്ലേ? ഈ പെണ്ണുങ്ങളെ പോലെ ഇത്ര ചീപ്പായത് നീയല്ലേ? അവളാണോ? ആ ഹാജിയാരോട് പോയി പറഞ്ഞിരുന്നെങ്കിൽ. ഇതാണ് നിന്റെ ബേസിക് ആയിട്ടുള്ള കുഴപ്പം. എടാ, ഞാൻ പറഞ്ഞില്ലേ, എന്നായാലും ഒരു ദിവസം ഹാജിയാരിത് അറിയും. അന്നുണ്ടാകുന്ന പ്രതികരണത്തിന് ഒരു അയവ് വരുത്തുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനാദ്യം അവളെ കയ്യിലെടുക്കണം. അതിനുള്ള ചവിട്ടുപടിയാണ് ഈ പ്രേമനാടകം. ഇങ്ങനെ പോയാലേ ഹാജിയാർ ചവിട്ടി വടിയാക്കും. കോമഡി വേണ്ട, നീ മനസ്സിലാക്കാൻ വേണ്ടി പറയാ. ഒരു ചെറുപ്പക്കാരന്റെ നിരന്തരമായ സാമീപ്യം ഏതൊരു പെണ്ണിന്റെ മനസ്സിലും നേരിയ ചലനം സൃഷ്ടിക്കും. പ്രത്യേകിച്ചും അവനൊരു സുന്ദരനാണെങ്കിൽ. എന്നെ കൊണ്ട് അതിനൊന്നും പറ്റൂല. അതിന് നിന്റെ കാര്യം ആരാ പറഞ്ഞത്? പിന്നെ സുന്ദരൻ എന്ന് പറഞ്ഞത്? നീയാ സുന്ദരൻ. പിന്നെ നീയാ? ഫസ്റ്റ്. പറ. എവിടെ നിർത്തിയത്? എന്തോ ചലനം. ആ ചലനം അവളുടെ ഹൃദയത്തിന്റെ നെരിപ്പോടിൽ ഒരു തീപ്പൊരിയായി മാറും. ഞാൻ ആ തീപ്പൊരി ഊതി ഊതി കത്തിക്കും. അങ്ങനെ കോയാ മനസ്സിലിൽ കുഞ്ഞാലിക്കുട്ടി അവളുടെ മനസ്സിൽ ഒരു പ്രേമാഗ്നിയായി ആളിക്കത്തും. എടാ, അതിന് അവളുടെ കണ്ണിൽ നീ കുഞ്ഞാലിക്കുട്ടിയല്ല, ജോജിയാണ്. അത് തന്നെയാവും അവളുടെ മുന്നിലുള്ള ഏക തടസ്സം. അന്ന് ആ മനസ്സ് മന്ത്രിക്കും, ഈ ജോനകപ്പറമ്പിൽ ജിതേന്ദ്രവർമ്മ ഒരു ഇസ്ലാമായിരുന്നെങ്കിലെന്ന്. മകളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഹാജിയാരും അപ്പോഴേക്കും ആ സത്യം അറിഞ്ഞിരിക്കും. യഥാർത്ഥ കുഞ്ഞാലിക്കുട്ടി ഞാനാണെന്ന്. അന്ന് ഹാജിയാർക്കുണ്ടാകുന്ന കോപാഗ്നി തണുപ്പിക്കാനുള്ള ഒരു പനിനീർ മഴയായി മാറും എന്റെ മുംതാസ്. അപ്പൊ അവളെ സ്വന്തമാക്കാനായി കളി മുഴുവൻ, അല്ലാതെ എന്നെ രക്ഷിക്കാനല്ല. ധൈര്യമായിരിക്കടാ, നീ നോക്കിക്കോ. ഏറെ താമസിയാതെ വലിയ കുറുപ്പത്തെ ആ കള്ള കുറുപ്പന്മാരുടെ തമ്പുരാനായി നീയും, മുംതാസ് മഹലിലെ സുൽത്താനായി ഞാനും വാഴും. ജോജി മാഷോ, ജോജി മാഷോ.
മാഷെന്താ ഇവിടെ? അവൻ കുഞ്ഞാലിക്കുട്ടിയല്ല, കണ്ണാലിക്കുട്ടിയാണ്. ഈ സ്കൂളിന്റെ ചരിത്രത്തിൽ ഇത്രയും വൃത്തികെട്ട ഒരു മാഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചെറ്റത്തരമല്ലാതെ കയ്യിലില്ല. ആ ഹാജിയാർക്കുള്ള നിലയും വിലയും ഇവൻ ഒരുത്തനായിട്ടില്ലാണ്ടാക്കും. ഈ ചെറ്റ എങ്ങനെ ഒരു മാഷായി? കൈക്കൂലി അല്ലാണ്ടെന്താ? ഏത് നേരം ആ ഹാജിയാരുടെ മകളുടെ പുറകെ. ഹാജിയാരെങ്ങാനും അറിയണം, ഇവന്റെ തല പോവും. നേരാണോ ഇതൊക്കെ? പിന്നെ ഇവനെയൊക്കെ വെടിവെക്കണം. ഏതായാലും ആളൊന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാ. സാരി ചുറ്റി ആരെ കണ്ടാലും പഞ്ചാര വർത്തമാനം പറഞ്ഞ് പുറകെ കൂടും. 2 ദിവസം കൊണ്ട് ഏത് പെണ്ണിനെയും വലയിലാക്കും. എനിക്ക് അനുഭവം ഉള്ളതാ. പ്രേമലതേ, എന്തിനാണ് ഇങ്ങനെ വിളിച്ചു പോകുന്നത്? നിനക്കൊരു പെണ്ണും പിള്ളേണ്ടെന്ന് ഈ നാട്ടുകാർക്ക് മുഴുക്കെ അറിയാം. അറിയാം. എന്നാലും വിളിച്ചാൽ അവൾക്കൊന്ന് വിളി കെട്ടൂടെ? പ്രേമലതേ. ഏട്ടാ, ചേച്ചി ഇവിടെ ഇല്ല. ആ മാഷിന്റെ വീട്ടിലേക്ക് പോയിരിക്കാം. അവൻ 2 ദിവസം കൊണ്ട് ഏത് പെണ്ണിനെയും വലയിലാക്കും. എനിക്കെല്ലാം മനസ്സിലായി. ഒരിക്കലും ഞാനിത് ആരോടും പറയില്ല മാഷെ. മാഷയുടെ സാഹചര്യങ്ങളൊക്കെ എനിക്കറിയാവുന്നല്ലേ. ആ അലിയാരി മാഷ കാണാൻ ഇതറിഞ്ഞാൽ ഈ നാട്ടിൽ ഭൂകമ്പം ഉണ്ടാകും. അതുകൊണ്ട് ആരോടും പറയരുത്. എന്നെ പൂർണ്ണമായും മാഷക്ക് വിശ്വസിക്കാം. പ്രേമലത എന്നെ വിശ്വസിക്കണം. നമ്മൾ തമ്മിലുള്ള ബന്ധം മറ്റാരും അറിയരുത്. ഇല്ല മാഷെ, ഞാൻ ഒരിക്കലും മാഷെ ചതിക്കില്ല. സത്യം. ചേട്ടൻ പറയട്ടെ. എനിക്കെല്ലാം മനസ്സിലായി. കണ്ടു കൊടുക്കാതെ വഞ്ചിക്കായിരുന്നല്ലേ? കൊല്ലില്ല, രണ്ടേ കൊല്ലില്ല. നോക്ക് അവിടെ. സുമര. ബാബാ, മലയാളം മാഷേ. ജോജി കേട്ടു, എല്ലാം ഞാൻ കേട്ടു. ജോനകപ്പറമ്പിൽ ജിതേന്ദ്രവർമ്മ കള്ള ഹിമാറെ മുസ്ലിം സമുദായത്തെ മുഴുവൻ നീ വഞ്ചിച്ചു. വിടില്ല ഞാൻ, പടച്ചോനാണ് വിടില്ല. ഈ വിവരം ചൂടോടെ ഞാൻ ഹാജിയാരെ അറിയിക്കും. എന്നെ ചതിക്കരുത്. ഞാൻ വേണമെങ്കിൽ മാഷിനെ കാല് പിടിക്കാം. വന്നു കയറിയ ഉടനെ എന്റെ കാല് വാരിയെന്നല്ലേ നീ? ഇവിടെ എന്റെ രക്തം തിളയ്ക്കുന്നു. ഇസ്ലാമിന്റെ രക്തമാണ്. വിടില്ല ഞാൻ, നിന്നെയും വിടില്ല, നിന്റെ മറ്റവനെയും വിടില്ല. ഈ നാട് മുഴുവൻ മനസ്സിലാക്കട്ടെ നീ ആൾമാറാട്ടക്കാരനാണെന്ന്. ചോരയും നീരുമുള്ള മുസ്ലിം സഹോദരങ്ങളുണ്ട് ഈ നാട്ടില്. ഇതിന്റെ മറുപടി അവര് പറയും. കള്ള ഹിമാറെ. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ഹാജിയാരെ! ഹാജിയാരെ! പറയുന്നൊന്ന് കേൾക്ക്. എന്തിന് സമാധാനം ഉണ്ടാക്കാം? എടുത്തി ആടി ഒന്നും പിള്ളേരെ പോലെ എന്തിനു സമാധാനമുണ്ട്. നിന്റെ മാസം എന്താ ഇത്? അരിയന് മാസം നിന്നേ. അയ്യോ എനിക്ക് കൊണ്ടില്ലേ? അയ്യോ ബ്ലഡ് മാഷേ, അയ്യായിരം മാഷർക്ക് വെടിയുണ്ട്. കാതറെ, അലിയാർക്ക് എങ്ങനെയുണ്ട്? ബോധം വീണില്ലല്ലോ. ആ വീണു. അല്ല, സംഭവിച്ചത് എന്താണെന്ന് വല്ലതും പറഞ്ഞോ? അതെങ്ങനാ? ഉണ്ട തൊണ്ടേ തന്നെ ഇരിക്കല്ലേ. വെളിയിലെടുത്ത ആള് തട്ടിപ്പോ.
എടുത്തില്ലെങ്കിൽ സംസാരിക്കാൻ പറ്റൂല. അതാണ് അവസ്ഥ. ഭാഗ്യം. അല്ല, ജീവനെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ എന്ന് പറയായിരുന്നു അല്ലേ? ഹാജര് വന്നു. ഇല്ല, ഇപ്പൊ ഇങ്ങ് എത്തുന്ന പറഞ്ഞത്. വാ. മാഷേ, ഡ്രിൽ മാഷേ. ഡ്രിൽ മാഷേ, തീരെ സംസാരിക്കാൻ വയ്യ. എന്നാലും സുകുമാരൻ അലിയാരോട് ഇങ്ങനെ ഒരു ശത്രു തോന്നാനുള്ള കാര്യം എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടിയിട്ടില്ല. കൈ താത്തി വെയ്, വേദനിക്കും. മാഷ്ക്ക് എന്ത് തോന്നുന്നു? ഞാനും അത് ആലോചിക്കുന്നത്. സുകുമാരൻ ഇടയ്ക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത്തവണ ഒരുത്തരെ തട്ടിയിട്ടാ ഞാൻ തിരിച്ചു പോകുന്നു. ഞാനത് വെറും തമാശയായിട്ടാണ് വിചാരിച്ചിരുന്നത്. തമാശയൊന്നുമല്ല, സുമാരൻ എന്തെങ്കിലും മുൻവൈരാഗ്യം കാണും. അല്ലെങ്കിൽ ഇത്ര കൃത്യമായിട്ട് ഈ കഴുത്തി തന്നെ വെടിവെക്കൂ. സബൂറ, എന്താ പിന്നെ ഉണ്ടായത്? വിശദമായി ഒന്നും അറിയില്ല. ഏതായാലും ഭയപ്പെടാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. സമാധാനമായിരിക്കേ. പടച്ചോന്റെ കൃപ കൊണ്ട് ഒരാപത്തും വരില്ല. അലിയാർക്ക് എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാ അതൊക്കെ ചെയ്തു കൊടുക്കണം. എപ്പോഴും ഒരാൾ കൂടെ ഉണ്ടായിരിക്കണം. ഞാൻ നിൽക്കുന്നതായിരിക്കും അലിയാർക്ക് കൂടുതൽ ഇഷ്ടം. വിഷമിക്കണ്ട, ഞാനും കൂടെ നിൽക്കാം. ഒരുമിച്ച് കഴിഞ്ഞവരല്ലേ, അതിന്റെ സ്നേഹ. മാഷക്കൊന്നും പറ്റില്ല, ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാവും. എന്നാ കുഞ്ഞാലിക്കുട്ടി തന്നെ ഇവിടെ നിൽക്കട്ടെ. എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ. എന്തായാലും അല്ല, ഒന്നുമില്ല. ഡോക്ടർ പറഞ്ഞത് വെടികൊണ്ട ഷോക്കിൽ ഓർമ്മശക്തി മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാര്യങ്ങൾ ഒന്നും ഓർമ്മയുണ്ടാവില്ല. കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ദാ കൈയും കാലോട്ട് അടിക്കുന്ന കണ്ടില്ലേ? ദേഹം ഇളക്കണ്ടല്ലേ. സമാധാനമായിരിക്കും. ഞാൻ പോയിട്ട് വരാം. കൈവിട്, കൈവിട്. ഞാൻ പോലീസ് സ്റ്റേഷൻ വരെ പോവാ. പോലീസുകാർ വല്ല ഏടാകൂടം എഴുതി പിടിപ്പിച്ചാൽ പിന്നെ അതിന്റെ പുറകെ ചുറ്റിത്തിരിയണം. പോയി നോക്കട്ടെ. കേട്ടല്ലോ, ആചാര്യൻ ഞങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അനങ്ങാട് അവിടെ അടങ്ങി കിടന്നു. ഇവൻ കുഞ്ഞാലിക്കുട്ടിയല്ല, ജോനകപ്പറമ്പിൽ ജിതേന്ദ്രവർമ്മയാണ് എന്ന് ഹാജിയാരോട് പറയണം അല്ലേ? മോനെ, ബോധം കെടുത്താൻ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറഞ്ഞാലോ? കേട്ടിടത്തോളം ഏത് പാതാളത്തിൽ ഒളിച്ചിരുന്നാലും ആ സുകുമാരൻ അവര് പൊക്കും. ആ SIയുടെ കയ്യിലെങ്ങാനും കിട്ടിയ നീയും പ്രേമലതയുമായിട്ട് സംസാരിച്ച കാര്യങ്ങളെല്ലാം പുറത്തു വരും. പിന്നെ അവര് പ്രേമലതയെ ചോദ്യം ചെയ്യും. അതൊക്കെ എനിക്കും അറിയാം. ഇതിനൊരു പോം വഴി എന്താണെന്ന് പറ. എടാ, നീ പ്രേമലതയെ കണ്ട് ആരെന്ത് ചോദിച്ചാലും ഈ കാര്യം മാത്രം പറയരുതെന്ന് പറഞ്ഞു. വേറെ എന്തെങ്കിലും കള്ളക്കഥകൾ പറഞ്ഞോട്ടെ. നീ പറഞ്ഞ അവൾ അനുസരിക്കാതിരിക്കില്ല. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഈ ബന്ധം ഇപ്പോഴും തുടരുന്നോ? ഇവിടെ പ്രേമലതയല്ല, കാമലതയാണ്. എല്ലാ കാര്യവും ഞാൻ ഏറ്റു. പ്രേമലത ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. എല്ലാ കാര്യവും ഞാൻ ഏറ്റെന്നില്ല. എല്ലാ കാര്യവും നമുക്ക് പോംവഴി ഉണ്ടാക്കാം. അറിയാതെ പ്രേമലത കരഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടോ? പ്രേമലത ഒന്നും മനസ്സിലാക്കും. ഈ ആര് വരുന്നുണ്ടോ? പ്രേമലത അകത്ത് വയ്ക്കും. ആരാ? സുകുമാരനാ? ബാബത്തിക്കോ? നേരത്തെ പൊത്തി തൂക്ക്. ആ തൂക്കി. പട്ടാളത്തിന് തീറ്റ നിന്ന് എന്തൊരു വെയിറ്റ്. ഈ പ്രശ്നത്തിൽ ഇടപെടാൻ താനാരാ? എടോ, ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥരെ കിഡ്നാപ്പ് ചെയ്താലുള്ള ശിക്ഷ എന്താണെന്ന് എനിക്കറിയോ? ഒരു കാര്യം താൻ മനസ്സിലാക്കണം. ഞാനേ സെൻട്രൽ ഗവൺമെന്റിന്റെ ആളാ, അറിയോ? സെൻട്രൽ ഗവൺമെന്റിന്റെ അല്ല, പ്രധാനമന്ത്രിയുടെ ആളായിരുന്നാലും ശരി, ലൈസൻസ് ഇല്ലാതെ തോക്ക് കൈവശം വെക്കുന്നത് ശിക്ഷാർഹമാണ്. അതെനിക്കറിയാവോ? ഒരു രാജ്യരക്ഷാഭടന് ഈ രാജ്യത്ത് എവിടെയും ഏത് തരം തോക്കും യഥേഷ്ടം കൊണ്ടു നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം തനിക്കുണ്ടോന്നാണ് എനിക്കറിയേണ്ടത്. ഒരു പട്ടാളക്കാരൻ തോക്കുമായി നാട്ടിൽ വന്നാൽ അത് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം. താൻ റിപ്പോർട്ട് ചെയ്തോ? ഇല്ല. എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല? ഇതങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയ തോക്കല്ല. എന്താ റിപ്പോർട്ട് ചെയ്താല്? ഇതൊരു കേണലിന്റെ തോക്കാണ്. അത് തന്റെ കയ്യിൽ എങ്ങനെ വന്നു? അടിച്ചു മാറ്റി അല്ലേ? ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു. അപ്പൊ മിലിറ്ററിയുടെ കണ്ണിലും താ കുറ്റവാളിയാണ്. അതിനുള്ള ശിക്ഷ വേറെ. അതുപോട്ടെ. ഏത് നിമിഷവും അലിയാര് തട്ടിപ്പോവാൻ സാധ്യതയുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ അങ്ങനെ പറഞ്ഞു. പറഞ്ഞു.
അലിയാര് തട്ടിപ്പോയാൽ ആ നിമിഷം മുതൽ താൻ ഒരു കൊലപ്പുള്ളിയായി മാറും. അതിന് ഞാൻ അലിയാരെ അല്ല വെടിവെച്ചത്. പക്ഷെ കൊണ്ടത് അലിയാർക്കല്ലേ? അത് വിധി. ഞാൻ വെടിവെച്ചത് ആ വഞ്ചകൻ കുഞ്ഞാലിക്കുട്ടിയാണ്. വഞ്ചകൻ വഞ്ചകൻ വഞ്ചകൻ. ഞാൻ എപ്പോഴാണോ തന്നെ വഞ്ചിച്ചത്? ചേച്ചേ, നീ വീണ്ടും വന്നാ ഇന്നേക്ക് രണ്ടുപേരും അറിയണം. എന്റെ ഭാര്യമായിട്ട് നീ താനാകെക്കൂടെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറയാം. നീ ഇവിടെ പോത്ത് പോലെ ഇരുന്ന് ഉറങ്ങിക്കോ. കണ്ണ് തെറ്റി ഇയാള് ചെയ്തു വെക്കുന്ന വൃത്തികേടുകൾ കണ്ടില്ലേ? എന്താ? ദേ ഈ സിസ്റ്റർക്ക് കൊടുത്ത് വായിച്ചു നോക്ക്. എന്താ എഴുതിയിരിക്കണേ? ഞാനത് എങ്ങനെ പറയും? സിസ്റ്റർ ഒരു സിസ്റ്റർ അല്ലേ സിസ്റ്റർ? പക്ഷെ പറയാതിരുന്നാൽ അതിനേക്കാളും പ്രശ്നമാവും. ഇയാള് സിസ്റ്റർക്ക് പ്രേമലേഖനം എഴുതിയിരിക്കുക. ഞാനിത് കംപ്ലൈന്റ് ചെയ്യും. വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കോ ഇയാളുടെ കണ്ണോണ്ടുള്ള രാഗ്യം കാട്ടില് ചാക കിടപ്പഴോ പ്രേമലേഖനം എഴുതുന്നു. ഉണ്ടാക്കണ്ടേ? ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കണം സിസ്റ്റർ. ഇത് ഇയാളുടെ ഒരു വീക്ക്നെസ് ആയി പോയി. ആ പട്ടാളക്കാരന്റെ ഭാര്യയെ ഊട്ടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ലെറ്റർ കൊടുത്തതിനാ അയാൾ ഇവന്റെ കഴുത്തിൽ വെടിവെച്ചത്. ആ ഉണ്ട തൊണ്ടയിൽ വെച്ചുകൊണ്ടാണ് ഇയാൾ ഈ തെണ്ടിത്തരം കാണിച്ചിരിക്കുന്നത്. കൂടെ ജോലി ചെയ്യുന്നവനായി പോയില്ലേ സിസ്റ്റർ? ഉപേക്ഷിക്കാൻ പറ്റൂ? മാഷേ, ഇതിനൊരാളും തരവും ഒക്കെ നോക്കണ്ടേ? സിസ്റ്ററെ, മറ്റുള്ള എല്ലാ സിസ്റ്റർമാരോടും പറയണം ഇയാൾക്ക് പേപ്പറോ പേനയോ ചോദിച്ചാൽ കൊടുക്കരുതെന്ന്. അപ്പൊ ലവ് ലെറ്റർ എഴുതിക്കളെ. പേപ്പർ പോയിട്ട് ഇനി മരുന്ന് പോലും ഇയാൾക്ക് കൊടുക്കില്ല. വൃത്തികെട്ടവൻ. വെരി ഗുഡ്. സിസ്റ്റേഴ്സ് ആയാലും ഇങ്ങനെ വേണം.